കലാവിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകം ഇറങ്ങുന്നതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകരുടെ അവധിക്കാല പരിശീലന ക്യാമ്പിൽ കാക്കാരിശി നാടകവും കലാപരിപാടികളുമായിട്ടാണ് സന്തോഷം പങ്കിട്ടത്. കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ശാക്തീകരണ പരിപാടിയിലായിരുന്നു കാക്കാരിശി നാടകം. വ്യത്യസ്ത അനുഭവമായി ഇത് മാറി. രണ്ടു കാക്കാത്തിമാർ ക്ലാസ് മുറിയിലെത്തി. പിന്നാലെ കൈ നോക്കണമോ എന്ന ചോദ്യത്തോടെ പാട്ടും നൃത്തവും തുടങ്ങി. ഒരു കൈയിൽ പന്തം കൊളുത്തി നൃത്തച്ചുവടുമായി കാക്കാൻ രംഗപ്രവേശനം ചെയ്തതോടെ സംഗതി കളറായി. പുരാണ ഇതിവൃത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കാക്കാനും കാക്കാത്തിമാരും തനത് വേഷത്തിൽ താളമേള സംഗീത അകമ്പടിയോടെ നിറഞ്ഞാടിയത് വേറിട്ട അനുഭവമായി മാറി. 17 കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്നതാണ് കാക്കാരിശി നാടകം. മറ്റു തിരുവിതാംകൂറിലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രം ഇത് പരിമിതപ്പെട്ടു പോയി. നാട്ടാശാന്മാരുടെ ഇല്ലായ്മയൊക്കെയാണ് ഇതിനെ പ്രതികൂലമായി ഇതിനെ ബാധിച്ചത്. പുതിയ പാഠപുസ്തകത്തെ കലാധ്യാപകർക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. കളിയിലെ കഥാസന്ദർഭത്തിനനുസരിച്ച് സ്വന്തം രീതിയിൽ കാക്കാൻ പുരാണ കഥാഖ്യാനം നടത്തുന്നതാണ് സദസ്സിനും പ്രിയം. പ്രാകൃത രീതിയിലുള്ള വേഷവിധാനങ്ങളാണ് കാക്കാരിശി നാടകത്തിൽ ഉപയോഗിക്കുന്നത്. ജില്ലയിലെ കലാധ്യാപകൻ കൂടിയായ താമരക്കുടി ഹരികുമാറും സംഘവുമാണ് കാക്കാരിശി നാടകം അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ ഓഫീസർമാരുടെ പിന്തുണ കൂടിയായതോടെ അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളുകൾ തോറും കാക്കാരിശി നാടകം അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ കലാ അധ്യാപക കൂട്ടായ്മ. അരുൺ രാജ്, 24 കൊല്ലം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.